ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് SCERT സോഷ്യൽ സയൻസിലെ ഗാന്ധിജിയും സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് എന്നിവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന 2 ലെസനാണ്. 7ാം ക്ലാസ്സിലെ 9ാമത്തെ ലെസനായിട്ടുള്ള ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന ലെസനും 10ാം ക്ലാസ്സിലെ സമരവും സ്വാതന്ത്ര്യവും എന്ന ലെസനാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിയത്. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലെത്തിയത്. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടത്തി. 1917 ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത്. 1918 കേദ സത്യാഗ്രഹവും അഹമ്മദാബാദ് സത്യാഗ്രഹവും നടത്തിയിട്ടുള്ളത്. 1915 ജനുവരി 9 ഗാന്ധിജി ഇന്ത്യയിലെത്തി. ഒരു വർഷത്തെ ഗ്യാപ്പുണ്ട്. അത് കഴിഞ്ഞ് 1917 ചമ്പാരൻ സത്യാഗ്രഹവും 1918 കേദ സത്യാഗ്രഹവും അഹമ്മദാബാദ് സത്യാഗ്രഹവും നടത്തി. 1919 ഏപ്രിൽ 6 റൗലറ്റ് നിയമത്തിനെതിരായിട്ട് കരിദിനമായിട്ട് ആചരിച്ചു. ഇന്ത്യയിൽ റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള കരിദിനമായി ആചരിച്ചത് 1919 ഏപ്രിൽ 6 മൈക്കൽ ഒ ഡയറിനെ ഇംഗ്ലണ്ടിൽ വെച്ച് വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. മൈക്കൽ ഒ ഡയറിനെ ഇംഗ്ലണ്ടിൽ വെച്ച് വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റി. 1940 ജൂലൈ 31 ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത്. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരാണ് മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. 1919 ഒക്ടോബർ 17 ഖിലാഫത്ത് ദിനം. ഖിലാഫത്ത് ദിനമായി ആചരിച്ചത് 1919 ഒക്ടോബർ 17 നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയ കോൺഗ്രസിൻ്റെ സമ്മേളനം 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനമാണ്. 1920 കൊൽക്കത്ത പ്രത്യേക സമ്മേളനമാണ് നിസ്സഹകരണ സമരത്തിന് അംഗീകാരം നൽകിയത്. നിസ്സഹകരണ സമരത്തിൽ 2 തരത്തിലുള്ള സമര രീതികളാണുള്ളത്. ഒന്ന് ബഹിഷ്കരണവും രണ്ടാമത്തേത് ക്രിയാത്മകവും. ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്ന് ഗാന്ധിജി വൈസ്രോയിക്കുള്ള കത്തിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. മഹാത്മാഗാന്ധി വൈസ്രോയിക്കുള്ള കത്തിൽ എഴുതിയതാണ് ഭരണാധികാരി അധികാരം ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതലേ പ്രജകൾക്ക് അവകാശമുണ്ട് എന്നുള്ളത്. മലബാർ കലാപം നടന്നത് 1921. മലബാർ കലാപം 1921. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഗാന്ധിജി കേരളത്തിൽ വന്ന സമയത്ത് ഗാന്ധിജിയുടെ കൂടെ വന്നത് ഷൗക്കത്ത് അലിയാണ്. 1920 മഞ്ചേരി സമ്മേളനം നടന്നത്. 1920 മഞ്ചേരി സമ്മേളനം. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദാണ്. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി വടക്കേ വീട്ടിൽ മുഹമ്മദ്. മലബാറിലെ ഖിലാഫത്ത് നേതാവ് ആലി മുസ്ലിയാർ ആണ്. മലബാറിലെ ഖിലാഫത്ത് നേതാവ് ആലി മുസ്ലിയാർ. ബ്രിട്ടീഷുകാർ വധിച്ചത് ആലി മുസ്ലിയാരെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയുമാണ്. ബ്രിട്ടീഷുകാർ വധിച്ച മലബാറിലെ ഖിലാഫത്ത് നേതാക്കളാണ് ആലി മുസ്ലിയാർ, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. വാഗൺ കൂട്ടക്കൊല നടന്നത് 1921 നവംബർ 10. വാഗൺ കൂട്ടക്കൊല നടന്നത് 1921 നവംബർ 10. തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് പോകുന്ന ട്രെയിനിലാണ് ദുരന്തം നടന്നത്. പോത്തന്നൂരിൽ വെച്ചാണ് ഈ ദുരന്തം നടന്നത്. അതുകൊണ്ട് തന്നെ പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തം എന്നാണിത് അറിയപ്പെടുന്നത്. ഇത് SCERT പറയുന്നില്ല. ചൗരി ചൗര സംഭവം നടന്നത് 1922 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിലാണ് 1922 ചൗരി ചൗര സംഭവം നടന്നത്. ഈ സംഭവത്തിൽ 22 പോലീസുകാരാണ് കൊല്ലപ്പെട്ടത്. ഇതോടുകൂടെ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെച്ചു. 1920 തുടങ്ങിയ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിർത്തിവെക്കാനുണ്ടായ കാരണം ചൗരി ചൗര സംഭവമാണ്. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. വൈക്കം സത്യാഗ്രഹം നടന്നത് 1924. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചുകൊണ്ട് സവർണ ജാഥ നടത്തിയത് 1924 നവംബർ 1. ഇതിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. വൈക്കം മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു
സവർണ ജാഥ നടത്തിയത്. ഇതിനെ തുടർന്ന് സേതു ലക്ഷ്മിബായിക്ക് നിവേദനം സമർപ്പിച്ചു. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ തുടങ്ങിയവരാണ് ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ്. ഇതിൻ്റെ ലക്ഷ്യം യുവജനങ്ങളെ സമരസജ്ജരാക്കുക എന്നതാണ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ ലക്ഷ്യം യുവജനങ്ങളെ സമരസജ്ജരാക്കുക. 1929 ലാഹോർ സമ്മേളനത്തിലെ തീരുമാനപ്രകാരമാണ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഉപ്പ് സത്യാഗ്രഹത്തിൽ 78 അനുയായികളാണ് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്തത്. 375 കിലോമീറ്ററാണ് ഉപ്പ് സത്യാഗ്രഹ ജാഥ നടത്തിയത്. 78 അനുയായികൾ പങ്കെടുത്തു. 375 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. 1930 ഏപ്രിൽ 6 ഉപ്പ് നിയമം ലംഘിച്ചത്. 1930 ഏപ്രിൽ 6 സബർമതി മുതൽ ദണ്ഡി വരെയായിരുന്നു ഉപ്പ് സത്യാഗ്രഹ ജാഥ നടത്തിയത്. ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകുമെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി ഒന്നുകിൽ ലക്ഷ്യം നേടി ഞാൻ തിരിച്ചു വരും, പരാജയപ്പെട്ടാൽ ഞാൻ എൻ്റെ ജഡം സമുദ്രത്തിന് സംഭാവന നൽകുമെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളാണ് സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത മലയാളികളാണ് സി കൃഷ്ണൻ നായർ, ടൈറ്റസ്, ശങ്കരൻ എഴുത്തച്ഛൻ, രാഘവ പൊതുവാൾ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഇന്ത്യയിൽ വടക്കു പടിഞ്ഞാറ് നേതൃത്വം നൽകിയത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. നാഗാലാൻഡിലും മണിപ്പൂരിലും നേതൃത്വം നൽകിയത് റാണി ഗൈഡൻല്യൂ ആണ്. നാഗാലാൻഡിലും മണിപ്പൂരിലും നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് റാണി ഗൈഡൻല്യൂ ആണ്. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് റാണി ഗൈഡൻല്യൂവിനെയാണ്. റാണി ഗൈഡൻല്യൂവിനെയാണ് ജവഹർലാൽ നെഹ്റു നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് കെ മാധവൻ നായരും ഇ മൊയ്തു മൗലവിയുമാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളാണ് കെ മാധവൻ നായർ, ഇ മൊയ്തു മൗലവി. കണ്ണൂരിലെ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹം പയ്യന്നൂരിലാണ് നടന്നത്. ഇതിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാനാണ്. നിയമലംഘന പ്രസ്ഥാനത്തിന് കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാനും പി കൃഷ്ണപിള്ളയുമാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ, പി കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1931. ഗുരുവായൂർ സത്യാഗ്രഹം 1931. പൂന സന്ധി 1932. ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച പൂന സന്ധി 1932 നടന്നിട്ടുള്ളത്. ലണ്ടനിൽ വെച്ച് 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. 1930, 31, 32. ലണ്ടനിലാണ് വട്ടമേശ സമ്മേളനം നടന്നത്. 1930, 31, 32 വർഷങ്ങളിലാണ് നടന്നിട്ടുള്ളത്. 3ലും പങ്കെടുത്തത് അംബേദ്കറാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളും പങ്കെടുത്ത ദേശീയ നേതാവാണ് അംബേദ്കർ. 2ാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധിജി പങ്കെടുത്തത്. ക്വിറ്റ് ഇന്ത്യ സമരം 1942 ഓഗസ്റ്റ് 8 ബോംബെയിലാണ് ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 8 ബോംബെയിലാണ് തുടങ്ങിയത്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചത് ഓഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിച്ചത് ഓഗസ്റ്റ് 9. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ഇതിൻ്റെ മുദ്രാവാക്യം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ മുദ്രാവാക്യം. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ദേശീയ നേതാക്കളെല്ലാം അറസ്റ്റ് വരിക്കപ്പെടുകയും ജയിലിലാവുകയും ചെയ്തു. ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും ആഗാഖാൻ കൊട്ടാരത്തിലെ ജയിലിലായിരുന്നു ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും. അവിടെ വെച്ച് 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി അന്തരിച്ചു. 1944 ഫെബ്രുവരി 22 കസ്തൂർബ ഗാന്ധി അന്തരിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന വ്യക്തി അരുണ അസഫ് അലിയാണ്. നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. നിങ്ങളെനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ച വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് ആണ്.
നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത് ഗാന്ധിജിയാണ്. നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത് ഗാന്ധിജിയാണ്. INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസാണ്. INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിൻ്റെതാണ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയത് നേതാജി സുഭാഷ് ചന്ദ്രബോസാണ്. INAയുടെ വനിതാ വിഭാഗം നേതാവാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. INAയുടെ വനിതാ വിഭാഗം നേതാവായിട്ടുള്ള മലയാളിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. INAയിൽ ആകൃഷ്ടനായി അതിൽ ചേർന്ന മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. INAയിൽ ആകൃഷ്ടനായി അതിൽ ചേർന്നിട്ടുള്ള മലയാളിയാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു എന്ന് പറഞ്ഞത് ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോടാണ് പറഞ്ഞത്. ആസാദ് ഹിന്ദ് റേഡിയോയിലൂടെ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയോട് പറഞ്ഞ വാക്കുകളാണ്: ഇന്ത്യയുടെ അന്തിമമായ സ്വാതന്ത്ര്യ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രപിതാവേ, ഇന്ത്യയുടെ മോചനത്തിനായുള്ള ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹാശിസുകൾ തേടുന്നു എന്നുള്ളത്. അടുത്തത് 10ാം ക്ലാസ്സിലെ 6ാമത്തെ ലെസനായിട്ടുള്ള സമരവും സ്വാതന്ത്ര്യവുമാണ്. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് വിളിച്ചത് രാജ്കുമാർ ശുക്ലയാണ്. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് വിളിച്ചത് രാജ്കുമാർ ശുക്ലയാണ്. 1916 INC ലാഹോർ സമ്മേളനത്തിലാണ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത്. 1916 INC ലാഹോർ സമ്മേളനത്തിലാണ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിക്കുന്നത്. അവതരിപ്പിച്ച വ്യക്തി ബ്രിജ് കിഷോർ ശർമ്മയാണ്. ബ്രിജ് കിഷോർ ശർമ്മ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത് ദാദാ അബ്ദുള്ള എന്ന വ്യാപാരിയുടെ കേസുകൾ വാദിക്കാൻ വേണ്ടിയിട്ടാണ്. ഗുജറാത്തി വ്യാപാരിയായിട്ടുള്ള ദാദാ അബ്ദുള്ളയുടെ കേസുകൾ വാദിക്കാനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ പോയത്. 21 വർഷമാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടായിരുന്നത്. ഡർബണിൽ നിന്നും പ്രിട്ടോറിയയ്ക്ക് പോകുന്ന വഴിയാണ് ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും പുറത്താക്കിയത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള സത്യാഗ്രഹങ്ങളാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയത് ബീഹാറിലാണ്. 1917 ബീഹാറിൽ നടത്തിയ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. നീലം കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു. ഗാന്ധിജിയുടെ ആദ്യ നിയമലംഘന സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 1918 ഗുജറാത്തിൽ നടത്തിയ സമരമാണ് അഹമ്മദാബാദ് തുണിമിൽ സമരം. അഹമ്മദാബാദ് തുണിമിൽ സമരം നടത്തിയത് 1918 ഗുജറാത്തിലാണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ ഹങ്കർ സത്യാഗ്രഹയാണ്. ആദ്യ നിരാഹാര സമരമായിരുന്നു ഗുജറാത്തിൽ നടന്നത്. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദ് തുണിമിൽ സമരം. 1918 തന്നെ ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള മറ്റൊരു സമരമായിരുന്നു കേദ സമരം. കേദയിലെ കർഷകർക്ക് വേണ്ടിയിട്ടുള്ള സമരമായിരുന്നു 1918 നടത്തിയത്. അതാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറക്കിയ സിനിമയാണ് ഗാന്ധി. ഗാന്ധി സിനിമ റിച്ചാർഡ് ആറ്റൻബറോ ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. റിച്ചാർഡ് ആറ്റൻബറോയുടെ സിനിമയാണ് ഗാന്ധി സിനിമ. 8 ഓസ്കാറാണ് ഇതിന് ലഭിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ചാണ് ഗാന്ധി സിനിമയിൽ പറയുന്നത്. രണ്ടാമത്തെ സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ശ്യാം ബെനഗലിൻ്റെ സിനിമയാണ്. ശ്യാം ബെനഗലിൻ്റെ സിനിമയാണ് മേക്കിംഗ് ഓഫ് മഹാത്മാ. ദക്ഷിണാഫ്രിക്കൻ ജീവിതത്തെക്കുറിച്ചാണ് മേക്കിംഗ് ഓഫ് മഹാത്മായിൽ പ്രതിപാദിക്കുന്നത്. 1919 റൗലറ്റ് നിയമം പാസാക്കിയത്. ബ്രിട്ടീഷുകാർ പാസാക്കിയിട്ടുള്ള കരി നിയമം എന്നറിയപ്പെടുന്നത് റൗലറ്റ് നിയമമാണ്. 1919 റൗലറ്റ് നിയമമാണ് കരി നിയമം എന്ന് അറിയപ്പെടുന്നത്. സിഡ്നി റൗലറ്റ് ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി. റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള സമരമാണ് ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ ദേശീയ സമരം. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ ദേശീയ സമരമാണ് റൗലറ്റ് നിയമത്തിനെതിരായിട്ടുള്ള സമരം. ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാൻ അധികാരമാണ് ഈ നിയമം കൊടുക്കുന്നത്. ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാനുള്ള അധികാരം നൽകുന്ന നിയമമായിരുന്നു റൗലറ്റ് നിയമം. പഞ്ചാബിൽ റൗലറ്റ് നിയമവിരുദ്ധ സമരം നേതൃത്വം കൊടുത്തത് സെയ്ഫുദ്ദീൻ കിച്ലുവും സത്യപാലുമാണ്. പഞ്ചാബിൽ റൗലറ്റ് നിയമവിരുദ്ധ സമരം നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് സെയ്ഫുദ്ദീൻ കിച്ലു, സത്യപാല്. ഇവർ 2 പേരെയും ബ്രിട്ടീഷുകാർ അറസ്റ്റ് ചെയ്തു. ഇതിൽ പ്രതിഷേധിക്കാൻ വേണ്ടിയാണ് ഒരു കൂട്ടം ജനങ്ങൾ ജാലിയൻ വാലാബാഗിൽ സമ്മേളിച്ചത്. ഇതിനെ തുടർന്നുണ്ടായ സംഭവമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. 1919 ഏപ്രിൽ 13 അമൃത്സർ, പഞ്ചാബിലെ അമൃത്സറിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടത്തിയത്. പട്ടാള മേധാവി ജനറൽ ഡയർ ആയിരുന്നു. ജനറൽ ഡയർ.
പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യ ദേശീയ പ്രക്ഷോഭം നിസ്സഹരണ പ്രസ്ഥാനമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം. ഇതിൻ്റെ ഭാഗമായിട്ട് പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലവിൽ വന്നു. അതാണ് ഗുജറാത്ത് വിദ്യാപീഠം, കാശി വിദ്യാപീഠം, ജാമിയ മിലിയ. ഗുജറാത്ത് വിദ്യാപീഠം, കാശി വിദ്യാപീഠം, ജാമിയ മിലിയ എന്നീ സ്ഥാപനങ്ങൾ നിലവിൽ വന്നത് നിസ്സഹരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇതേ കാലയളവിൽ തന്നെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനവും ആരംഭിച്ചത്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയുമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി. ചൗരി ചൗര സംഭവം 1922 നടക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ചൗരി ചൗര സംഭവം നടന്നത്. 22 പോലീസുകാരെയാണ് ഈ ഒരു സംഭവത്തിൽ വധിച്ചത്. 1929 ലാഹോർ സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിൽ 3 പ്രധാന തീരുമാനങ്ങളാണ് എടുത്തത്. അതിലൊന്നാമത്തേത് പൂർണ്ണ സ്വരാജ്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നേടുക. രണ്ടാമത്തേത് CDM, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിനോടൊപ്പം തന്നെ 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാനും തീരുമാനിച്ചിരുന്നു. ലണ്ടനിലെ ജെയിംസ് പാലസിൽ വെച്ചാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടത്തിയത്. 1930, 31, 32 വർഷങ്ങളിലായി RTC അല്ലെങ്കിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടന്നത് ലണ്ടനിലെ ജെയിംസ് പാലസിലാണ്. രണ്ടാമത്തേതിലാണ് ഗാന്ധിജി പങ്കെടുത്തത്. 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. കേരളത്തിൽ പയ്യന്നൂരിലാണ് നടന്നത്. പയ്യന്നൂരാണ് ഉപ്പ് സത്യാഗ്രഹം നടന്നത്. തമിഴ്നാട്ടിൽ വേദാരണ്യത്തും മഹാരാഷ്ട്രയിലെ ബോംബെയിൽ, ബംഗാളിലെ നവഖാലി, വടക്കു പടിഞ്ഞാറൻ മേഖല, ഗുജറാത്തിലെ ധരാസന എന്നീ സ്ഥലങ്ങളിലാണ് ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. കേരളത്തിലെ പയ്യന്നൂര്, തമിഴ്നാട് വേദാരണ്യം, മഹാരാഷ്ട്രയിലെ ബോംബെ, ബംഗാളിലെ നവഖാലി, വടക്കു പടിഞ്ഞാറൻ മേഖല, ഗുജറാത്തിലെ ധരാസന സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി പറഞ്ഞത് ഗാന്ധിജിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. CR ദാസാണ് ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്നത്. CR ദാസാണ്. 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. 1923 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. 1928 HSRA അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രൂപീകൃതമായത്. 1928 HSRAയുടെ നേതാക്കളാണ് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ്. സായുധ വിപ്ലവത്തിന് ഇവരാരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ നേതാക്കൾ സായുധ വിപ്ലവത്തിനായിട്ട് ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. ലാലാ ലജ്പത് റായിയെ വധിച്ച പോലീസ് ഉദ്യോഗസ്ഥനാണ് സാൻഡേഴ്സൺ. ഈ സാൻഡേഴ്സനെ ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്നത് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവും ചേർന്നാണ്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ബോംബ് എറിഞ്ഞത് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തുമാണ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 അഭിനവ് ഭാരത് സൊസൈറ്റി സ്ഥാപിച്ചത് VD സവർക്കർ ആണ്. അഭിനവ് ഭാരത് സൊസൈറ്റിയുടെ സ്ഥാപകൻ VD സവർക്കർ.
അനുശീലൻ സമിതി സ്ഥാപിച്ചത് ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസുമാണ്. അനുശീലൻ സമിതി ബരീന്ദർ കുമാർ ഘോഷും പുലിൻ ബിഹാരി ദാസും ചേർന്നാണ് രൂപീകരിച്ചത്. ഗദ്ദർ പാർട്ടിയുടെ സ്ഥാപകൻ ലാല ഹർദയാൽ ആണ്. ഗദ്ദർ പാർട്ടി സ്ഥാപിച്ചത് ലാല ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് സൂര്യ സെൻ ആണ്. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെന്നിൻ്റെതാണ്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണനാണ്. ബോംബെയിൽ വെച്ച് ജയപ്രകാശ് നാരായണനാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധി അറസ്റ്റ് വരിച്ച ശേഷം ഒളിവിൽ നിന്ന് സമരം നയിച്ചത് ജയപ്രകാശ് നാരായണനും അരുണ അസഫലിയുമാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഒളിവിൽ നിന്ന് സമരം നയിച്ച നേതാക്കളാണ് ജയപ്രകാശ് നാരായണനും അരുണ അസഫലിയും. ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. INA രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസ് ആണ്. INA രൂപീകരിച്ച വ്യക്തി റാഷ് ബിഹാരി ബോസ് ആണ്. INAയുടെ വനിതാ വിഭാഗം ഝാൻസി റെജിമെൻ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. INAയുടെ വനിതാ വിഭാഗമാണ് ഝാൻസി റാണി റെജിമെൻ്റ്. ഇതിന് നേതൃത്വം നൽകിയത് ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. സിംഗപ്പൂരിൽ താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സിംഗപ്പൂരിൽ ഇന്ത്യക്ക് വേണ്ടി താൽക്കാലിക ഗവൺമെൻറ് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. INA ദേശീയ പതാക ഉയർത്തിയത് ഇംഫാലിൽ വെച്ചാണ്. INA ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് ഇംഫാലിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് വാഞ്ചി അയ്യരാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് വാഞ്ചി അയ്യർ. തിരുനെൽവേലി കളക്ടറായിട്ടുള്ള റോബർട്ട് വില്യം ഡസ്കോട്ട് ആഷയെ വധിച്ചത് അദ്ദേഹമാണ്. 1911 തിരുനെൽവേലി കളക്ടറായ റോബർട്ട് വില്യം ഡസ്കോട്ട് ആഷയെ വധിച്ചത് വാഞ്ചി അയ്യരാണ്. 1920 AITUC അല്ലെങ്കിൽ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത്. ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത് 1920 രൂപീകരിച്ച നേതാക്കളാണ് NM ജോഷി, ലാലാ ലജ്പത് റായ്. NM ജോഷിയും ലാലാ ലജ്പത് റായും ചേർന്നാണ് 1920 AITUC രൂപീകരിച്ചത്. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് അല്ലെങ്കിൽ കിസാൻ സഭ രൂപീകരിച്ചത് NG രംഗയാണ്. NG രംഗ. അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് രൂപീകരിച്ച വ്യക്തി NG രംഗയാണ്. തെബാഗ സമരം നടന്നത് ബംഗാളിലാണ്. ബംഗാളിൽ നടന്ന സമരമായിരുന്നു തെബാഗ സമരം. നാവിക കലാപം നടന്നത് ബോംബെയിലാണ് നാവിക കലാപം നടന്നത്. ലേബർ പാർട്ടിയുടെ നേതാവായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള ക്ലമന്റ് ആറ്റ്ലി. ലേബർ പാർട്ടി നേതാവാണ് ക്ലമന്റ് ആറ്റ്ലി. സർവേന്ത്യ ലീഗ് സ്ഥാപിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. സർവേന്ത്യ ലീഗ് സ്ഥാപിച്ചത് മുഹമ്മദ് അലി ജിന്ന. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 1947 ജൂലൈയിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയത് 1947 ജൂലൈയിലാണ്. വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്ന് പറഞ്ഞത് മാഡം ഗാമയാണ്. മാഡം ഗാമ വന്ദേ മാതരം പ്രസിദ്ധീകരണത്തിൽ എഴുതിയിട്ടുള്ളതാണ് വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്നും ഉണർത്തി എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ലെസണിൽ നിന്നും പ്രധാനമായും പഠിക്കാനുള്ളത്. ഒരേ കാര്യം തന്നെയാണെങ്കിലും ചെറിയ ക്ലാസ്സിൽ കുറച്ച് പോയിന്റ് കുറവാണ്, വലിയ ക്ലാസ് എത്തുമ്പോൾ കുറച്ച് പോയിന്റ് കൂടുതലാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്